ഹലോ ഗായ്സ്, വെൽക്കം ടു YKK ഗെയിമിംഗ് ഓൺ. അപ്പോൾ ഗായ്സ്, നമ്മൾ പിന്നെയും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കളിക്കുന്നത് അർജൻറ്റീന വേഴ്സസ് സ്പെയിനാണ്. വേൾഡ് കപ്പിലെ 2026 വേൾഡ് കപ്പിലെ ഇപ്രാവശ്യത്തെ ഫൈനലും അർജൻറ്റീന വേഴ്സസ് സ്പെയിനാണ്. അപ്പം നമ്മൾ ഈ ഫുട്ബോളിൽ കളിക്കുന്നത് അർജൻറ്റീന വേഴ്സസ് സ്പെയിനാണ്. അപ്പം നമുക്ക് ഈ കളി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. കളി എന്താവുമെന്ന് അറിയില്ല. നമ്മൾ അർജൻറ്റീന ആയിട്ടാണ് കളിക്കുന്നത് ഗായ്സ്. അപ്പോൾ സ്പെയിനിൻ്റെ ടീം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടീമാണ്. നമ്മളെ ടീം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടീമാണ്. പക്ഷെ എൻ്റെ സ്ക്വാഡിൽ ടാലിയോഫിക ഇല്ല, കുറച്ച് പ്ലേയേഴ്സ് ഇല്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, വേറെ ഒരു പ്രശ്നവുമില്ല ഗൈസ്. അപ്പോൾ സ്പെയിനിൻ്റെ ടച്ചോടെയാണ് കളി തുടങ്ങുന്നത്. അപ്പോൾ സ്പെയിൻ റോഡ്രി ടു ഫെറാൻ ടോറസ് പ്രസ് ചെയ്ത് പോകാം ഗൈസ്. നമുക്ക് ബാക്ക് ഇങ്ങനെ വലിഞ്ഞിക്കുക. അല്ലെങ്കിൽ എൻസോ ഫെർണാണ്ടസ് ബോൾ എടുത്തു, ത്രൂ കൊടുത്തു. സിമിയോണിൻ്റെ ക്രോസ് അടിക്കാം, ക്രോസ് കൊടുക്കാം. അതുപോലെ കീപ്പർ ക്യാച്ച് ചെയ്തു ബോൾ. നമ്മളെ ഹെഡ് ചെയ്യാൻ നോക്കി, ബോൾ തിരിച്ചിട്ട് ലിയണൽ മെസ്സിൻ്റെ അടുത്ത് ബോൾ പോയി. ഗാവി കീപ്പറിന് മുമ്പിലോട്ട് വലിച്ച ഫൗള്. ആ കീപ്പറിന് റെഡ് കിട്ടാന്നാ മതിന്. എമിലിയാനോ മാർട്ടിനസ് അല്ല കീപ്പർ. എമിലിയാനോ മാർട്ടിനസ് സബിലാണ്. ഓനെ അറക്കാൻ മറന്നു ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പം നമ്മൾ കീപ്പറിന് യെല്ലോ കാർഡ് ഇട്ട് നമുക്ക് എമിലിയാനോ മാർട്ടിനസിനെ ഇറക്കാം. സബ്സ്റ്റിറ്റ്യൂഷനിൽ പോയി കണ്ടു, ഫ്രീ കിക്കാണ്. ഇത് ഗോൾ അടിച്ചാൽ നമ്മൾ പോയി. ഗെയിം പ്ലാൻ എടുക്കട്ടെ. എമിലിയാനോ മാർട്ടിനസ് ഉണ്ടാവും. ഉണ്ട്. എമിലിയാനോ മാർട്ടിനസ് ഉണ്ട്. ഡീപ്പോളിനൊക്കെ ഇറക്കണ്ട, നമുക്ക് ഇറക്കാം ഗൈസ്. നമ്മൾ എമിലിയാനോ മാർട്ടിനസിനെ ഇറക്കിയാണ്. ഇനി ഫ്രീ കിക്കിന് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളിങ്ങനെ ഇറക്കാം, വേറൊരു വഴിയില്ല. രക്ഷപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന റീബൗണ്ട് നമ്മൾ ജസ്റ്റ് മിസ്സിനാ രക്ഷപ്പെട്ടത്. അപ്പോൾ ഗൈസ്, നമുക്ക് കളി പിന്നെയും തുടരാം. ജസ്റ്റ് മിസ്. ഈ കളീൻ്റെ 12ാം മിനിറ്റിൽ തന്നെ നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നിരുന്നു. എൻസോ ഫെർണാണ്ടസ് ടു ലിയണൽ മെസ്സിന്ന് നമുക്കൊരു നല്ല പാസ് കിട്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ജൂലിയൻ അൽവാരസിൻ്റെ ക്രോസ്. മാർട്ടിനസ് അടിക്ക്. എന്താ മാർട്ടിനസിനോട് അടുപ്പിച്ച മാർട്ടിനസ് സെൻറ്റർക്കാണ് കൊടുത്തത്. മാർട്ടിനസ് ഇടയ്ക്കൊരു ഫോം ഉണ്ടാവുള്ളൂ, അതാണ് ഈ മാർട്ടിനസിൻ്റെ പ്രശ്നം. ഇപ്പോൾ കളികൾക്ക് ബോൾ കിട്ടി ത്രൂ ബോൾ കൊടുക്കുക. നമുക്ക് പ്രസ് ചെയ്ത് കളിച്ചിട്ടേ കാര്യമുള്ളൂ. മിക്കതും പോസ്റ്റ്ക്ക് അടി കൊള്ളിപ്പിക്കാതെ വെക്കണം, അതേ കഴിയുള്ളൂ. ഓക്കെ, നമ്മൾ ബോൾ എടുത്തിങ്ങനെ റൊമേറോ ടു മാർട്ടിനസ്. സിമിയോണി ക്രോസ് കൊടുക്കാനൊരുമില്ല. നമുക്കൊരു ഗ്രൗണ്ട് ബോൾ കൊടുക്കാം. ഈ കട്ട് ബാക്ക് പ്രതീക്ഷിച്ചപ്പോൾ ബ്ലോക്കാണ് വന്നത് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ബോൾ വീണ്ടും അവർക്ക് കിട്ടിക്കണേ. ഗാവി ആ വിങ്ങിലൂടെ ആരുമില്ല. നമ്മളെ മൊളീനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കണം? അതാ മൊളീനെ പറഞ്ഞ് വാക്കെടുത്തില്ല, അപ്പോൾ തന്നെ ഓലെ മേത്തേക്ക് പോകും. അപ്പോൾ ഗായ്സ്, കളി 27 മിനിറ്റ് ആയിക്കണേ. 0-0 സ്പെയിനും അർജൻറ്റീനയും. ഓക്കെ, ലിയണൽ മെസ്സിന്ന് എൻസോ ഫെർണാണ്ടസ്ക്ക് കൊടുക്കാൻ വിചാരിച്ചതിന് പക്ഷേ ബോൾ പോയി. ഗാവി ടു ഫെറാൻ ടോറസ്. യമാൽ ഇറങ്ങിയിട്ടില്ലേ? യമാൽ സ്പെയിനിലെ ഇപ്രാവശ്യം ഫസ്റ്റ് ലെവലിൽ ഇറങ്ങിയിട്ടില്ല തോന്നുന്നത്, അങ്ങനെ കാണാമല്ലോ. ഓക്കെ, സിമിയോണിൻ്റെ ക്രോസ് വരുന്നു. ഞാൻ കൊടുക്കാൻ വിചാരിച്ച ഉള്ളിലേക്ക് കൊടുത്ത് കണ്ട് റണ്ണെടുപ്പിക്കാൻ എൻ്റെ പ്ലേ സ്റ്റൈൽ പറഞ്ഞാൽ അങ്ങനെ. ഓക്കെ, സിമിയോണി ടു മിസ് പാസ്. കീപ്പർ എന്താ അറിയില്ല, അർജൻറ്റീന ടീം ആ പണ്ടത്തെ ഒരു ഫോം കിട്ടില്ല. മറ്റേതിങ്ങനെ ടിക്കി ടാക്ക് കളിച്ച് മുന്നേറാണ്. ഇപ്പോൾ നടക്കണില്ല ഗൈസ്. കഷ്ടിച്ചാണ് ഫൈനലിലേക്ക് എത്തിയത്. ഇനി ഫൈനലിൽ നമ്മൾ പൊട്ടിയാൽ നല്ല രസമുണ്ടാവും. അൽവാരസ് ടു മെസ്സിന്നൊരു നമുക്ക് മുമ്പ് കട്ട് ബാക്ക് കൊടുക്കാനാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷെ നടന്നില്ല. പെഡ്രി ടു ഗാവി. ആകെ നമ്മൾ മര്യാദക്കൊരു ഷോട്ട് അടിച്ചിട്ടില്ല. ആകെ ഒരു ഷോട്ട് അടിച്ചത് മാർട്ടിനസിൻ്റെ സെൻറ്റർക്ക്, കീപ്പറിൻ്റെ സെൻറ്റർക്ക് കൊടുത്തു. നോലൊരു ഫ്രീ കിക്ക് അടിച്ചിരുന്നു, അത് അടിപൊളി ഫ്രീ കിക്ക്. എമിലിയാനോ മാർട്ടിനസിൻ്റെ ക്ലിയർ. അപ്പോൾ ഗായ്സ്, ഹാഫ് ടൈമായി. 0-0 ആണ് സ്കോർ. നമുക്ക് ഹാഫ് ടൈമിൽ ശേഷം ആരെങ്കിലും സമ്പർക്കാൻ പറ്റുകയാണെങ്കിൽ ഇറക്കണം, എന്നിട്ടൊരു കംബാക്ക് അടിക്കാൻ നോക്കുക. നമുക്ക് ഡീപ്പോളിനെ ഇറക്കാം. മറ്റവനെ മാറ്റിക്കൊണ്ട് ഡീപ്പോളിനെ ഇറക്കി നമ്മൾ സെക്കൻഡ് ഹാഫിൽ വേറൊരു ഗെയിം നിൽക്കും. നമ്മൾ ടച്ച് ആണല്ലോ. മാർട്ടിനസ് ടു എൻസോ ഫെർണാണ്ടസ്.
മാക്സിമം നമ്മൾ ബാക്ക് കളിച്ച് നമുക്കൊന്ന് ബിൽഡപ്പ് ചെയ്ത് വരാമെന്നുള്ള രീതിയിലാണ് ഞാൻ ബാക്ക് കളിച്ചത്. എമിലിയാനോ മാർട്ടീനസ് കളിപ്പിക്കുകയാണ് സ്പെയിനിനെ. ഒന്ന് ബിൽഡ് ചെയ്ത് വല്ല കൊണ്ടുവരാ. പന്ത് പോയി. പോയില്ല. ഞാനൊരു ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാം. സിമിയോൺ ത്രൂ കൊടുത്തു. ഞാൻ ത്രൂ കൊടുക്കുന്നപ്പോൾ മാർട്ടീനസ് അതിൻ്റെ രീതിയിൽ ലൗതാരോ മാർട്ടീനസ് അതിൻ്റെ രീതിയിൽ റണ്ണ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ബോളാക്കഴിഞ്ഞു. ടു പാട്രി. ഗാവി പാട്രി ഫ്രീ ആണ്. ത്രൂ ബോൾ കൊടുത്ത ഉറപ്പാണ് ഗോളാണ്. അപ്പോൾ ഗായ്സ് ഫാബിയൻ റൂയിസ് നമ്മൾ ബോൾ എടുത്തിങ്ങനെ ഡീപ്പോന്ന് ത്രൂ കൊടുപ്പിക്കാം സിമിയോണിൻ്റെ അടുത്തേക്ക്. ലൗതാരോ റണ്ണേ കൊടുക്ക്. മേൽക്കൂടെ എല്ലാം അറിയാതെ കൈ മാറിപ്പോയത് ഗൈസ്. ഉദ്ദേശിച്ച് ത്രൂ ബോൾ കൊടുക്കാനാണ്, പക്ഷേ മേൽക്കൂടെ ആയിപ്പോയി. അല്ല നമുക്ക് പിടിക്കാൻ പറ്റണുള്ളൂ. സ്പെയിനൊക്കെ തട്ടാം നമുക്ക്. അപ്പോൾ ഗൈസ് ഡീപോൾ ടു ലിയണൽ മെസ്സി ടു ഡീപോളിൻ്റെ ഫസ്റ്റ്. ഞാൻ വിചാരിച്ചു സൂപ്പർ സബ് ആവുന്നു. ക്രോസ് കൊടുത്തൊരു അസ്റ്റെങ്കിലും നൽകാൻ പറ്റുമെന്ന് ഞാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. ഓൾക്കൊരു ഗോളി കിക്കായി മാത്രം മാറി. സിമിയോണി ടു പെഡ്രി ടു കുക്കുറേല ടു ഗാവി ലോയസപ്പാലിൻ്റെ അടുത്ത് പന്ത് എടുക്കാൻ നമ്മൾ നല്ല ശ്രമിക്കണ്ടോ. ലോയസപ്പാലൊരു ത്രൂ ബോളിനാണ് ശ്രമിച്ചത്, പക്ഷേ നമ്മൾ രണ്ട് ഡിഫൻഡേഴ്സ് വന്ന് അത് തീരുമാനമാക്കി കൊടുത്തിങ്ങനെ. ഗുഡ് പാസ്. പക്ഷെ നമ്മളെ മൊളീന അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കണേ. ഡീപോളിൽ നിന്ന് എൻ്റെ ഫെർണാണ്ടസിൽ മിസ് പാസ്. എമാൽ സപ്പ് ഇറങ്ങിയാണ്. എമാൽ ഫസ്റ്റ് ടൈം തന്നെ ഒരു ഇതാക്കാനാണ് നോക്കിയത്, സ്കില്ലിടാനാണ് നോക്കിയത്. പക്ഷെ നമ്മളെ ഡിഫൻസ് അതിനെ സമ്മതിച്ചു കൊടുത്തില്ല. അപ്പോൾ ഗായ്സ് ഫാബിയൻ റൂയിസ് എമിലിയാനോ മാർട്ടീനസ് മുമ്പ് കയറി വന്ന ബോൾ എടുത്തു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗോള് കയറിയിരുന്നു. അപ്പോൾ ഗായ്സ് എൻസോ ഫെർണാണ്ടസ് നമ്മൾ കളി പിന്നെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കണു. ടു ഡീപോൾ ടു ലിയണൽ മെസ്സി റോഡ്രിഗോ ഡീപോൾ ടു മൊളീന ടു ഡീപോൾ ടു ജൂലിയൻ അൽവാരസ് ടു ലൗതാരോ മാർട്ടീനസ് ഒരു ഫേക്ക് ഇടാൻ നോക്കിയതാണ് എന്ന് തോന്നുന്നു. അപ്പം തന്നെ ബോൾ കയ്യിൽ നിന്ന് പോയി. ടു എൻസോ ഫെർണാണ്ടസ് ടു സിമിയോണിൻ്റെ റൺ എടുക്കാൻ നോക്കുന്നു, സ്പ്രിൻ്റ് ചെയ്യാൻ നോക്കുന്നു, പക്ഷെ അത് നടന്നില്ല. തിരിച്ച് ഗാവിയിലോട്ടാണ് ബോൾ വരുന്നത്. ഗാവി ടു യമാൽ ത്രൂ കൊടുത്തു. യമാൽ സെൽഫിഷ് ആവാൻ നോക്കിയതാണ് സംഭവം. അവിടെ യമാൽ സെൽഫിഷ് ആയില്ലെങ്കിൽ ഉറപ്പാണ് ഒരു ഗോൾ ഉറപ്പായി. കറക്റ്റ് ടാക്കിളിൻ്റെ രക്ഷപ്പെട്ടു. മാർട്ടീനസിൻ്റെ കിടിലൻ സേവ്. മാർട്ടീനസ് ഉണ്ടായി നമ്മൾ രക്ഷപ്പെട്ടു. സബാലിൻ്റെ കിടിലം ക്രോസും കിടില ഹെഡും ആരോ ഹെഡ് ചെയ്ത് ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ മറ്റേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എമാൽ മര്യാദക്ക ബോൾ കൊടുത്തിങ്ങനെ ഉറപ്പിന് ഷുഗർ ഗോൾ തരും. അതിൻ്റെ ഇടയിൽ എന്നാലും ഇത് ഷുഗർ ഗോളെ വിചാരിച്ചു, പാളി വിചാരിച്ചു. എന്നാലും നമ്മളെന്തോ ആദ്യത്തെ രക്ഷ. പെനാൾട്ടി 90 മിനിറ്റിലാണ് അവർക്ക് പെനാൾട്ടി കിട്ടിയത്. ഞാൻ കറക്റ്റ് ബോളിനാണ് ഡീപോളിനെ കൊണ്ട് ടാക്കിൾ ചെയ്യിപ്പിച്ചാൽ നോക്കിയത്, പക്ഷെ അതൊന്നുമില്ല നടന്നത്. പണി കറക്റ്റ് പെഡ്രി ഒന്ന് ഫേക്ക് ഇട്ട് കയറിയപ്പോൾ നമുക്ക് ബോളിനാണ് ഗായ്സ്. നമുക്ക് എവിടേക്ക് ചേടുക, നമുക്ക് സെൻറ്ററിൽ നിൽക്കാതെ നല്ല ഗായ്സ്. ഫാബിയൻ റൂയിസ് സ്കോർ ചെയ്തിരിക്കുന്നു. പാളി ഗായ്സ്. 2 മിനിറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് തിരിച്ചടിച്ചാൽ വയ്ക്കുക. സെലിബ്രേഷന് പോയി ഗായ്സ്. ഫൈനലിലാണ് നമ്മൾ പൊട്ടിയത്. അതും പൊട്ടിയത് 1-0. ആ ടൈം നോക്കി ഗായ്സ്. 90 മിനിറ്റിലാണ് നമ്മളൊരു ഗോൾ വാങ്ങുന്നത്. ലൗതാരോ മാർട്ടീനസ് റോഡ്രിഗോ ഡീപോൾ നമുക്കൊരു ഷോട്ട് അടിപ്പിക്കാൻ പറ്റുമോ? എന്നൊരു കോർണർ ലഭിക്കും. ഷോട്ട് അടിക്കുക ലൗതാരോ മാർട്ടീനസ് ജസ്റ്റ് മിസ് ഗായ്സ്. ഒന്നും പറയാല്ല. അള്ളക്കി എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഗായ്സ്? അള്ളക്കി വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് മെസ്സിനെ കൊണ്ടൊരു ഷോർട്ട് കോർണർ അടിപ്പിച്ച് ഒരു ക്രോസ് അടിപ്പിക്കാം. അപ്പം ഗായ്സ് ഓപ്ഷൻ നമുക്ക് വെള്ളം ഒന്ന് കൊടുപ്പിച്ചു നോക്കാം. 2 മാർക്കിങ് ടൈറ്റ് മാർക്കിങ്ങാണ് ഗൈസ്. മെസ്സി നിന്ന് ഡിപോൾ അടി അടിക്കണ്ട സൈഡ് കിട്ടും. അടിച്ചോ. എന്തൊരു സ്ലോയിലാണ് അടിച്ചത്. പോയി 96 മിനിറ്റായി ഗായ്സ്.
The time is over. Argentina out. The Spain win the cup. മര്യാദക്ക് നമ്മൾ നോക്കിയ കളിനെ പെനാൾട്ടി കാരണമാണ് ഒക്കെ പാളിയത്. പക്ഷെ കറക്റ്റ് കളി. അപ്പോൾ ഈ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.